വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും കരാറുകളെ കുറിച്ചുമാണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു ബയ്യറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രേഖ എന്ന് പറഞ്ഞാൽ SPA, സെല്ലർ പർച്ചേസർ എഗ്രിമെൻ്റ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫോർമാറ്റും ബാക്കി കാര്യങ്ങളുമെല്ലാം ഞാൻ വിളിക്കുന്നവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് നോട്ടൊക്കെ എഴുതി വെച്ച് വളരെ ഡീസൻ്റായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ഒരു ബയ്യറിനെ നമ്മൾ ഫൈനലൈസൊക്കെ ആക്കി കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ബയ്യറിന് കൊടുക്കുന്ന ഡോക്യുമെൻറ്റേഷനുകളുണ്ട്, പ്രൊഫോമ ഇൻവോയ്സും പറ്റും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ബയ്യറിനെ നമ്മൾ ഫൈനലൈസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻറ്റേഷനാണ് പ്രധാനമായിട്ടും SPA, സെല്ലർ പർച്ചേസർ എഗ്രിമെൻറ്റ്. ഈ സെല്ലർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പർച്ചേസ് ഓർഡർ കിട്ടുന്നു. പർച്ചേസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ചിന്തിക്കേണ്ടത് നമ്മുടെ പണം എങ്ങനെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യും എന്നുള്ളതാണ്. ആ പണം സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ LC ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം വന്നാൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെറിയൊരു അഡ്വാൻസ് തുക വാങ്ങിക്കുക. കാരണം നമ്മുടെ പേപ്പർ വർക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾ, പാക്കിങ്, ഇതൊന്നും നഷ്ടമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 to 30% നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേഫായി. പക്ഷേ അവരും സ്മാർട്ടാണ്, ബയ്യറും സ്മാർട്ടാണ്. അവരും അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് തരത്തില്ല. ഇതെല്ലാം ഒരു മ്യൂച്വൽ ഡിസ്കഷനിലും നെഗോസിയേഷനിലും വന്നു ചേരേണ്ട കാര്യങ്ങളാണ്.